കാര്യം ഈ നാട്ടുകാരെങ്കിലും അഫാൻ അവിടെ വന്നിരുന്നതായി കണ്ടിരുന്നു, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ അവരുടെ മരണം എങ്ങനെയാണ് ഇവർ അറിഞ്ഞത്? നമ്മോട് തൊട്ടു മുമ്പ് സംസാരിച്ച ഈ ഫസലുദ്ദീൻ രാവിലെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാവിലെ അദ്ദേഹം 11:30 മണിക്കാണ് ഇവിടെ ഇതേ വീട്ടിൽ ഈ സൽമാ ബീവിയെ കാണാൻ വന്നിരുന്നു. പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പള്ളിയിലെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വന്നതാണ്. ആ സമയം സംസാരിച്ച് പോകുന്ന സമയത്ത് ഇവിടെ അഫാൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അത് 11:30 മണിക്കാണ്. അതിനുശേഷമാണ് നമുക്ക് ഒരു CCTV ദൃശ്യം കിട്ടുന്നത്. അതായത് പള്ളിയിലെ CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ 12:38 ആ CCTV ദൃശ്യങ്ങളിൽ ഈ വീടിൻ്റെ ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു ബൈക്കിൽ അഫാൻ വന്ന് അതിനുശേഷം അഫാൻ വീടിനകത്തേക്ക് പോവുകയാണ്. അതായത് 12:38 ശേഷമാണ് അഫാൻ ഇവിടെ ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയത് എന്നത് അതിലൂടെ തന്നെ വ്യക്തമാണ്. ആ 12:38 ദൃശ്യം എന്നത് ഈ കൊലപാതകം നടക്കുന്ന വീടിന് കുറച്ച് അകലെയുള്ള ഒരു വീട്ടിലെ CCTV ക്യാമറ എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് അഫാൻ ഇവിടെ നിന്ന് സ്വർണം എന്തെങ്കിലും കിട്ടിയോ? ഒന്ന് നേരത്തെ 3 പോയിന്റ് സ്വർണ്ണമാല ചോദിച്ചിരുന്നു, അത് കിട്ടിയിരുന്നില്ല. കാരണം സൽമാ ബീവി അവരുടെ ഒരു മകൾക്ക് ഈ മാല ഏൽപ്പിച്ചിരുന്നു. മറ്റൊരു ചെറിയ മാല അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ മാല ഇപ്പോൾ നിലവിൽ അവരുടെ ശരീരത്തിലില്ല, കഴുത്തിലുണ്ടായിരുന്നില്ല, മൃതദേഹത്തിലുണ്ടായിരുന്നില്ല. വീട്ടിൽ മറ്റേതെങ്കിലും ഭാഗത്തുണ്ടായിരുന്നു ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതായത് അത്തരം വിവരങ്ങൾ പുറത്തില്ല. ഇനി ആ മാല കിട്ടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ താൻ പണയം വയ്ക്കാൻ ഉദ്ദേശിച്ച ഉരുപ്പടി കിട്ടാത്തത് കൊണ്ടാണോ ഈ പ്രകോപനം ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ ഈ പ്രകോപനം നേരത്തെ കൂട്ടി ഉറപ്പിച്ച് കാരണം 6 പേരെയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. 5 പേർ കൊല്ലപ്പെട്ടു. അതിൻ്റെ ആദ്യത്തെ കണ്ണിയാണ് ഈ സൽമാ ബീവി. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് ഈ താൻ ഉദ്ദേശിച്ച മാല അല്ലെങ്കിൽ അത് കിട്ടാത്തത് കൊണ്ടാണോ എന്നതാണ്. 12:30 ശേഷം ഇവിടെ വരുന്നു. രാവിലെ 8 മണിക്ക് അഫാൻ ഇവിടെ വന്നിരുന്നതായി ചില വിവരങ്ങളുണ്ട്. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളോ ദൃക്സാക്ഷികളോ ഇല്ല. അഫാൻ ഇവിടെ വന്നത് ഈ നാട്ടിലുള്ള മറ്റ് തൊട്ടടുത്ത ബന്ധുക്കളോടെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ സംസാരിച്ച വ്യക്തിയോട് അടക്കം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷെ അവരാരും അത്തരം കാര്യം അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. എന്തെന്നാൽ ഈ അഫാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. സൽമാ ബീവിയുടെ വളരെ ഇഷ്ടപ്പെട്ട കൊച്ചുമകനാണ്. ചെറുപ്പകാലത്തെല്ലാം ഇവിടെ നിന്നാണ് വളർന്നത്. വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയെല്ലാം മോതിരം വന്ന് സ്വർണം ചോദിച്ചപ്പോൾ അവർ മോതിരം കൊടുത്തു. അവരാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു.